ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് ഈ സോപ്പിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരു സോപ്പ് കവറിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലുള്ളൊരു പേപ്പർ പീസ് ഉണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ വീതിക്ക് 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ലീഫിൻ്റെ നീളം അധികമൊന്നും വേണ്ട, വീതിയും അധികമൊന്നും വേണ്ട. ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഒരു പീസിൽ നിന്നും തന്നെ 4 ലീഫ് കിട്ടും. അപ്പോൾ ഇത് 4ഉം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ മെയിൻ കവർ എടുക്കണം. എന്നിട്ട് അതിനെ നീളത്തിലാക്കി മടക്കിയിട്ട് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും ഒരു പാർട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ട് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. പിന്നെ ആ ഫോൾഡ് നിവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗം ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി നമ്മളതിന് ഒട്ടിച്ചിട്ടുള്ള ഭാഗമല്ല, ഫോൾഡ് വന്നിട്ടുള്ള ഭാഗത്ത് ഒരു 1/4 ഭാഗത്തോളം വീതിയിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ ഒരു 1/3 ഭാഗം ബാലൻസ് ആക്കി വിട്ടിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എത്രത്തോളം വീതി കുറച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളം വീതിയിൽ കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു നീളം മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ ചെറിയ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് ഒരു ഈർക്കിലാണ്. ഇനി ഈർക്കിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു പേപ്പർ ട്യൂബ് എന്തെങ്കിലും ഉണ്ടാക്കിയാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു ഫ്ലോറൽ വെയർ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാൻ തൽക്കാലം എടുത്തിട്ടുള്ള ഈർക്കിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഈ ഗ്രീൻ ടേപ്പ് ഒരുപാട് കാലത്ത് പഴക്കമുണ്ട്, അതിൽ ഗമ്മൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ കൊടുക്കുന്നത്. പുതിയതാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു പശയൊന്നും തേക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ എത്ര ലെങ്ത്തിലാണോ നമ്മൾ ഈ ഒരു ഈ ഒരു ഈർക്കിൽ എടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ ഈ ഒരു ഗ്രീൻ ടേപ്പ് നമുക്ക് ചുറ്റി കൊടുക്കണം. ഇനി ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ള ഈർക്കിലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഇത്ര ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലൂ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. എന്നിട്ട് ആ ഒരു മുകളിൽ നിന്നും ഇത്തിരി താഴോട്ട് വരുന്ന രീതിയിൽ ഈ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സോപ്പ് കവറിൻ്റെ സ്ട്രിപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഒരു റൗണ്ട് ചുറ്റുന്നത് വരെ നമ്മളൊന്ന് ഹോട്ട് ഗ്ലൂ കൊടുക്കുക. എന്നിട്ട് പിന്നെ നിർത്തി ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇത്തിരി ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിലാണ് ഞാനിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് മുഴുവനായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിനൊരു ലാവൻഡർ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 3 സോപ്പ് കൂടി വെച്ചിട്ട് നമുക്ക് 2 ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് അതിനേക്കാളും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തത് 3ആയിട്ട് വീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി കൂടെ ലെങ്ത്തിൽ ഉണ്ടാക്കാനും ഒത്തിരി കൂടെ എണ്ണം കൂടുതൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ലെങ്ത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ വിടർത്തി കൊടുക്കാം. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നല്ല ഒതുക്കത്തിൽ നിൽക്കും വേണം, എന്നാൽ ഇത്തിരി വിടർന്ന് നിൽക്കും വേണം. അങ്ങനത്തെ ഒരു ലെവലിൽ നിൽക്കണം, എന്നാലും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ലീഫൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലപ്പോൾ ബ്രഷ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിരൽ വെച്ചിട്ടാണ് അതൊന്ന് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവൊക്കെ ഉണ്ട്. പിന്നെ വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലൊരുപാട് സമയമൊന്നും മെനക്കെടാൻ വേണ്ടിയിട്ട് നിന്നില്ല. അപ്പോൾ ഈ ഒരു ലീഫും കൂടെ നമ്മൾ ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലവറിൽ നമ്മൾ 2 ലീഫ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഈ ലീഫിനേക്കാളും വീതി കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 3 എണ്ണമൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇനിയുള്ളതിനൊക്കെ ഇങ്ങനെ 3 എണ്ണം ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറുതെ അങ്ങനത്തെ നമ്മൾ തൊടിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സോപ്പ് പെട്ടിയായിരുന്നു. അതിന് ഞാൻ ഇങ്ങനെ ആക്കി മാറ്റിയെന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വയലറ്റ് കളർ കൂടെ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ലാവൻഡറിൻ്റെ ഒരു ലുക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിങ്ക് ആണെങ്കിലും ഒരു വൈറ്റ് ആണെങ്കിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഒരു ലീഫൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു കോൺട്രാസ്റ്റ് കളറായി കിട്ടിയാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് നാരോ ആയിട്ടുള്ളൊരു വേസിലാക്കിയിട്ട് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇനി മുതലാരും ഇങ്ങനെയുള്ള സോപ്പ് പെട്ടിയൊന്നും വെറുതെ വലിച്ചെറിയത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ റീയൂസ് ഐഡിയാസൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീടൊക്കെ നല്ല ഭംഗിയാക്കി മാറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.